ഹായ്. പലപ്പോഴും നമ്മൾ വിജയിക്കാനുള്ള ഒരു നെട്ടോട്ടത്തിൽ പരാജയപ്പെടാനായിട്ട് മറന്നു പോകാറുണ്ട്. പലപ്പോഴും നമ്മൾ വീണു പോകാറാണ് സംഭവിക്കുക. എന്നാൽ നമ്മുടെ പരാജയങ്ങളെ അല്ലെങ്കിൽ ആ വാക്ക് തന്നെ കൃത്യമായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമാണ് നമുക്ക് വിജയത്തിലേക്ക് എത്തുവാനായിട്ട് കഴിയുക. നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. എങ്ങനെയാണ് നമ്മുടെ വിജയം നമുക്ക് ഉറപ്പിക്കുവാനായിട്ട് കഴിയുക? എന്താണ് വിജയം? എന്താണ് പരാജയം? നമ്മൾ ലോകത്തിൽ ധാരാളം ആൾക്കാരെ വിജയിച്ച ആൾക്കാരായിട്ട് കാണാറുണ്ട്, അല്ലെങ്കിൽ വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരായിട്ട് കാണാറുണ്ട്, അല്ലേ? എന്നാൽ ഒരു കാര്യം നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട്. ഈ സക്സസ് ആയ പല ആൾക്കാരും അവരുടെ ഒരു സൈഡായിട്ടുള്ള സക്സസ് മാത്രമായിരിക്കും നമ്മൾ കാണുക. എന്നാൽ നിരവധിയായിട്ടുള്ള പരാജയങ്ങളിലൂടെ കടന്നു വന്നതിന് ശേഷമായിരിക്കാം ആ വ്യക്തി സക്സസ് ആവുന്നത്. നമുക്ക് കുറച്ച് എക്സാമ്പിളിലൂടെ കടന്നു പോകാനായിട്ട് ശ്രദ്ധിക്കാം. നമ്മൾ ഈ ആയിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ബിസിനസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പലതരത്തിലുള്ള പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആകുന്നുണ്ട്. പലപ്പോഴും നമ്മളുടെ ലൈഫിൽ നമുക്ക് കിട്ടുന്ന ഓരോ ചെറിയ ചെറിയ തിരിച്ചടികളും പരാജയങ്ങളും നമ്മുടെ വിജയത്തിലേക്കുള്ള ഒരു പടിയും കൂടെ നമ്മളെ അടുപ്പിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ സംഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് 100 കൂട്ടം പരാജയങ്ങളും, ഈ പരാജയങ്ങളിൽ നിന്ന് ഒന്നും പഠിക്കാതെ എന്തൊക്കെയോ നടക്കുന്നു. ഈ കാറ്റടിക്കുന്നതനുസരിച്ച് പട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും പോകും, അല്ലേ? ഒരു കൺട്രോളില്ല. അങ്ങനെ ഏതോ നൂല് വെട്ടി വിട്ട പട്ടം പോലെ എവിടെയൊക്കെ പോകുന്ന രീതിയിലേക്ക് ബിസിനസ്സും ലൈഫും പലപ്പോഴും പോകാറുണ്ട്. എന്നാൽ ഞാനൊരു ചെറിയ ഒരു കഥ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഒരു ടോപ്പിക്സ് നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു സാധാരണ വ്യക്തി, ഒരു വളരെ സാധാരണപ്പെട്ട ഒരു വ്യക്തി, സാമ്പത്തികമായിട്ടൊക്കെ വളരെ പിന്നോക്കം നിൽക്കുന്ന, അല്ലെങ്കിൽ വളരെയധികം പ്രയാസങ്ങളിലൂടെ കടന്നു വന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഒത്തിരി ഉള്ളിലെ ആഗ്രഹം കൊണ്ട് ഒരു ബിസിനസ് ആരംഭിച്ചു. ആ ബിസിനസ് ആരംഭിച്ച സമയത്ത് അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഒത്തിരി നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യണം, ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒരു ബിസിനസ് ആരംഭിക്കുന്നു. അതേ സമയത്ത് തന്നെ അത്യാവശ്യം ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തി മറ്റൊരു ബിസിനസ് ആരംഭിക്കുന്നു. നമുക്ക് ഇവിടെ ഇവർക്ക് രണ്ടുപേർക്കും നമുക്ക് ഓരോ പേരുകൾ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്, അല്ലേ? അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് പേര് കൊടുക്കാം. ഞാൻ ആദ്യത്തെ ആളും രണ്ടാമത്തെ ആളെന്ന് പറയാം, പ്രത്യേകമായിട്ട് ഞാൻ പേര് ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ആദ്യം ഞാൻ പറയുന്ന ആളെന്ന് പറയുന്നത് സാധാരണ ഒരു ഫാമിലിയിൽ വന്നതിന് ശേഷം ഒരു വളരെ ആഗ്രഹത്തോടു കൂടി ബിസിനസ് ആരംഭിക്കുന്നു. മറ്റേ വ്യക്തി അത്യാവശ്യ ചുറ്റുപാടിലൂടെ ഒരു ബിസിനസ്സിലേക്ക് വരുന്നു. എന്നാൽ ഇവർ രണ്ടുപേരും തുടങ്ങുന്നത് ഒരേ ബിസിനസ്സാണ്. ആ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് രണ്ടുപേരും അവരുടെ സ്ഥാപനത്തിന് ഒരു പേര് നിശ്ചയിച്ചു, നല്ലൊരു ബോർഡ് വെച്ചു, കാര്യങ്ങളൊക്കെ ചെയ്തു. അതിൽ ആദ്യത്തെ വ്യക്തി പരാജയങ്ങളിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കുകയും, രണ്ടാമത്തെ വ്യക്തി അദ്ദേഹം കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, വീണ്ടും വീണ്ടും പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എന്നാൽ പരാജയങ്ങളിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് വിട്ടുപോകുന്നുണ്ട്. ഇവിടെ ഒരു ബിസിനസ് ആരംഭിച്ച് ആദ്യത്തെ കുറച്ച് നാൾ പോകുന്ന സമയത്ത് ഒരു 3 മാസം 4 മാസം 5 മാസം കഴിയുമ്പോൾ ആ ഒരു ബിസിനസ്സിൻ്റെ ഒരു ഇനിഷ്യൽ സ്റ്റേജാണ്. അപ്പോൾ ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിനെ കണ്ടത് അദ്ദേഹത്തിൻ്റെ ഒരു കുഞ്ഞിനെ പോലെയാണ്. ആ ഒരു കുഞ്ഞ് വളർന്നു വന്ന ഒരു 3 മാസം ആകുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് വരുമാനം വരില്ല. ആ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ത്രെഡ് എന്ന് പറയുന്നത് ബിസിനസ്സിനെ നമ്മൾ വളർത്തിയെടുക്കേണ്ടതാണ്, ഒരു കുഞ്ഞിനെ പോലെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതാണ് എന്നാണ് ആദ്യത്തെ വ്യക്തിയുടെ മനസ്സിലുണ്ടായിരുന്നത്. എന്നാൽ ആ ആദ്യത്തെ വ്യക്തി ഒന്നിലധികം കോർ വാല്യൂസ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഒന്ന്, ബിസിനസ്സിനെ നമ്മൾ വളർത്തിയെടുക്കണം എന്നുള്ളതും, 2, ഒരു ചെടി വളരുന്നത് പോലെ ഓരോന്നിനും നമ്മളൊരു സമയം കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതുമാണ്. പലപ്പോഴും നമ്മുടെ വീട്ടിലൊക്കെ ചെടികളും പലതരത്തിലുള്ള കൃഷികൾ ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ വെക്കുന്ന തൈ ഏതാണോ അതിനനുസരിച്ചിട്ടായിരിക്കും ഒരു ഗ്രോയിങ് പീരീഡ്. തെങ്ങ് വളർന്ന് അതൊരു ഫലം തരുന്നതിന് ഒരു സമയമുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ വാഴ വെക്കുന്നതിന് അത് ഒരു ഫലം തരുന്നതിനൊരു സമയമുണ്ട്, അല്ലേ? പക്ഷേ ഈ ഒരു വളർച്ചയുടെ സമയമുണ്ട് ഓരോ ബിസിനസ്സിനും എന്ന് ഇദ്ദേഹം ചിന്തിക്കാനായിട്ടും ഒരല്പ സാവധാനത്തിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി സ്ലോ ആയിട്ടും സ്റ്റഡി ആയിട്ടും ഒരു പടി ഇങ്ങനെ മുന്നോട്ട് പോവുക. ഓരോ മാസവും വരുന്ന വരവ് എത്രയാണ്, ചിലവ് എത്രയാണ്, എല്ലാ ചിലവും പോയിട്ട് അദ്ദേഹത്തിന് എത്രയാണ് പ്രോഫിറ്റ് കിട്ടുന്നത്, മറ്റ് എക്സ്പെൻസസും വരാൻ പോകുന്ന സാഹചര്യങ്ങൾ, ഇൻ കേസ് അടുത്ത കുറച്ച് ദിവസത്തേക്ക് കച്ചവടം കുറഞ്ഞു വന്നു കഴിഞ്ഞാലും ഒത്തിരി നഷ്ടത്തിലേക്ക് പോവാതെ എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും, അങ്ങനെ ഓരോ കാര്യങ്ങളിലും ഇദ്ദേഹം ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ രണ്ടാമത്തെ വ്യക്തി അദ്ദേഹത്തിന് ബിസിനസ് തുടങ്ങി ആദ്യത്തെ 2-3 മാസമൊക്കെ പുതിയ രീതിയിലുള്ള കുറേ ഓഫേഴ്സ് കൊടുത്തു, പല കാര്യങ്ങൾ കൊടുത്തു. ചില സമയത്തൊക്കെ പെട്ടെന്ന് ആൾക്കാരെ കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് അദ്ദേഹം ഓഫർ കൊടുത്ത് റേറ്റ് ഭയങ്കരമായിട്ട് കുറച്ചു.
കുറച്ച് കഴിഞ്ഞ് പിന്നീട് അദ്ദേഹത്തിന് ആദ്യത്തെ 3 മാസത്തിൽ ഭയങ്കരമായിട്ട് ആൾക്കാരെ കയറ്റാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നു. അതിനുശേഷം ഒരു 3-4 മാസം കഴിഞ്ഞിട്ട് പിന്നീട് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട്സ് കാര്യങ്ങളിലേക്ക് വലിയ ശ്രദ്ധ കൊടുക്കാതെ മാക്സിമം ക്യാമ്പയിനിങ്സും പബ്ലിസിറ്റിയും ഒക്കെ കൊടുത്ത് ആൾക്കാരെ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. ഒരു പരിധി കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിന് പ്രോഫിറ്റബിൾ അല്ല എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു. ഒരു 6 മാസമൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ വീണ്ടും കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പല കാര്യത്തിലും എല്ലാം ഒരിടത്ത് എത്തുന്നില്ല. ലോൺ അടയ്ക്കേണ്ടതുണ്ട്, പല കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് വരവും ചിലവൊക്കെ ഉണ്ട്. ഇതെല്ലാം പോയിട്ട് ഒരു പ്രോഫിറ്റബിൾ അല്ല എന്ന് ചെറിയൊരു ഐഡിയ, അതും പൂർണ്ണമായിട്ട് അദ്ദേഹം നോക്കിയില്ല. ചെറിയ രീതിയിൽ എവിടെയോ അത്ര അങ്ങ് പ്രോഫിറ്റ് അല്ല എന്ന് വിചാരിച്ചു. എന്നാലും കുഴപ്പമില്ല, മുന്നോട്ട് പോകട്ടെ, അപ്പോഴത്തേക്ക് ശരിയാവും എന്നുള്ള രീതിയിൽ അദ്ദേഹം വീണ്ടും പല രീതിയിലും മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. ഒരു പരിധി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആദ്യം കുറേ ഓഫർ കൊടുത്തതുകൊണ്ട്, അത് മാത്രമല്ല റേറ്റ് വളരെ കുറച്ച് കൊടുത്തുകൊണ്ട് പിന്നീട് അദ്ദേഹത്തിന് അതിൻ്റെ റേറ്റുകൾ കൂട്ടാനായിട്ടോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡൈസ് ചെയ്യാനായിട്ടോ കഴിയാതെ പലതരത്തിലുള്ള ബുദ്ധിമുട്ട് വന്നു. അപ്പോഴും അദ്ദേഹം ചെയ്തു, ഇതിപ്പോൾ ഇനി അധികം മുന്നോട്ട് പോകില്ല. ഇപ്പോൾ ഈ ഒരു ബിസിനസ്സിന് ചിലപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അധികം സെയിൽസ് കിട്ടിയില്ലെങ്കിലോ ഞാൻ മറ്റൊരു ബിസിനസ് കൂടെ ചെയ്യാം. അദ്ദേഹം തുടങ്ങിയ ബിസിനസ്സിൻ്റെ കൂടെ കുറേ പൈസ വേറെ എവിടെ നിന്നെങ്കിലേക്ക് അറേഞ്ച് ചെയ്തിട്ട് മറ്റൊരു കാര്യം കൂടെ തുടങ്ങി. ഓക്കെ, അത് മുന്നോട്ട്. അപ്പോൾ ഈ 2 സ്ഥലത്തും അദ്ദേഹത്തിന് ബാലൻസ് ചെയ്യണം. കുറച്ച് സ്റ്റാഫിനെയൊക്കെ അറേഞ്ച് ചെയ്തു, അവിടെ ഓടി ഇവിടെ ഓടി. അപ്പോൾ അതും ശരിയാവില്ല എന്ന് കണ്ടപ്പോൾ വീണ്ടും മറ്റൊരു കാര്യത്തിലേക്ക് പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും തൊട്ടപ്പുറത്തേക്ക് ഒരു കോമ്പറ്റീറ്റർ വന്നപ്പോൾ വീണ്ടും ശിശു ഇനിയിപ്പോൾ ഇതേ ഒരു ബിസിനസ് നടക്കില്ല, മറ്റൊരു കാര്യത്തിലേക്ക് പോകും. ഇങ്ങനെ തെന്നിത്തെറിഞ്ഞ് പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആദ്യം ഞാൻ പറഞ്ഞ വ്യക്തിയുണ്ടല്ലോ, അദ്ദേഹം തുടങ്ങിയ ബിസിനസ്സിനെ വളരെ ശ്രദ്ധയോടുകൂടി ഓരോ മാസവും എമൗണ്ടുകളെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിച്ചു. എത്രയാണ് ടോട്ടൽ നമുക്ക് വരുന്ന വരുമാനം, എത്രയാണ് ചിലവ്, ഇവിടെ ഈ ഒരു ഓഫീസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാപനം 1 മണിക്കൂർ വർക്ക് ചെയ്യുന്നതിന് എത്ര എക്സ്പെൻസസ് വരുന്നുണ്ട്, ഇലക്ട്രിസിറ്റിയും മറ്റു കാര്യങ്ങൾ. ഇങ്ങനെ ആ കണക്കുകളെ ഓരോന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് ചില സമയത്തൊക്കെ അദ്ദേഹത്തിന് അക്കൗണ്ട്സിൽ പല കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാക്കാനൊക്കെ കഴിയാതെ വളരെ സാധാരണ രീതിയിൽ വന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹം എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ അക്കൗണ്ട് റിലേറ്റഡ് ആയിട്ട് അറിയാവുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമായിട്ടൊക്കെ കുറച്ച് മണിക്കൂറുകൾ അവർക്ക് പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ട് തന്നെ അവരുടെ കൂടെ ഇരുന്നിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടും പല ടേംസുകളും അദ്ദേഹം പഠിക്കുവാനായിട്ട് കൊടുത്തു. ആദ്യത്തെ 1 വർഷം അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനെ കുറിച്ചും അദ്ദേഹം ഡെവലപ്പ് ചെയ്യേണ്ട സ്കില്ലിനെ കുറിച്ച് മനസ്സിലാക്കി. അപ്പോഴും അദ്ദേഹത്തിന് പരാജയങ്ങളുണ്ട്. പരാജയങ്ങൾ എന്ന് പറയുന്നത് ചില മാസങ്ങളിൽ കച്ചവടം നടക്കില്ല, ചില പ്രോഡക്റ്റ്സുകളൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് എക്സ്പയറി ആകുന്നുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ പ്രയാസങ്ങളും അവർ വരുന്നുണ്ട്. പക്ഷേ ആ ഓരോ പ്രയാസത്തിൽ നിന്നും അദ്ദേഹം പഠിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം കൃത്യമായിട്ട് ഒരു ഡേറ്റ, ഒരു ഷീറ്റ് കൊണ്ടുവന്നിട്ട് എഴുതുകയാണ്. ജനുവരി മാസം എനിക്ക് ഇത്ര രൂപയാണ് കച്ചവടം നടന്നത്, ഇത്ര ചിലവുണ്ടായിരുന്നു. ഞാൻ ജനുവരി മാസം എന്നിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തത് ഇന്ന കാര്യങ്ങൾക്കാണ്. ഞാൻ ഒന്നുകൂടെ ലാംഗ്വേജ് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ ശ്രമിച്ചു. അക്കൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയി. GST എന്നുള്ളത്, കാരണം ഇദ്ദേഹം ബിസിനസ് ചെയ്യുന്ന ആളാണ്, ഇദ്ദേഹത്തിന് GST ഒന്നും പഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ആരുടെയെങ്കിലും കൊടുത്ത് ചെയ്യിച്ചാൽ മതി. പക്ഷേ ഇദ്ദേഹത്തിന് എല്ലാം ഭംഗിയായിട്ട് ചെയ്യണമെന്നുള്ള രീതിയിൽ ഇദ്ദേഹം പല കാര്യങ്ങളും പഠിക്കാനായിട്ട് തുടങ്ങി. വളരെ സ്ലോ ആയിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തു. എല്ലാ ദിവസവും കൃത്യസമയത്തിന് ഓഫീസിലേക്ക് പോവുക, അനാവശ്യമായിട്ടുള്ള എക്സ്പെൻസസിനെയൊക്കെ കുറച്ച് എല്ലാത്തിനും ഒരു സ്റ്റേബിളായി. മറ്റേ അദ്ദേഹം എന്ന് പറയുന്നത് ആൾക്കാർ ഓരോന്ന് പറയുന്നതിനനുസരിച്ച്, സാഹചര്യം മാറുന്നതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാണ്. പക്ഷേ ഇദ്ദേഹം ഒരേ ഫോക്കസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ പോയി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹത്തിൻ്റെ ആ ബിസിനസ്സിൻ്റെ ഗെയിം അദ്ദേഹത്തിന് മനസ്സിലായി. ഈ ബിസിനസ്സിൽ ഇന്ന കാര്യങ്ങൾ ഈ രീതിയിൽ ചെയ്താൽ ഇതിനെ പ്രോഫിറ്റബിൾ ആക്കാം, ഇതൊരിക്കലും പ്രൊഡക്ഷൻ ഈ രീതിയിൽ ചെയ്താൽ പ്രോഫിറ്റബിൾ ആകില്ല. അപ്പോൾ നമ്മൾ പ്രോഫിറ്റബിൾ ആകണമെങ്കിൽ ഇന്ന രീതിയിൽ ചെയ്യണം. അദ്ദേഹം അതിനകത്ത് മാസ്റ്റർ ചെയ്യാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ അദ്ദേഹം ആ ബിസിനസ്സിനെ വളരെ നന്നായിട്ട് കുറേ നാളുകൾ കൊണ്ടുപോയി അതിനെ ഒരു നല്ല രീതിയിൽ ഒരു വിജയം അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റബിളിലേക്ക് ആക്കിയതിന് ശേഷം പിന്നീട് അദ്ദേഹം ഒരൊറ്റ ബിസിനസ്സിൽ നിന്നാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ സ്കില്ലും അദ്ദേഹം പഠിച്ച കാര്യങ്ങൾ വെച്ചുകൊണ്ട് ചെറിയ മറ്റു ഇൻകം സോഴ്സസ്, ഒരു പാസീവ് ഇൻകം ആയിട്ടും മറ്റു വരുമാനങ്ങളെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അദ്ദേഹം വർക്ക് ചെയ്യാത്തപ്പോഴും ഇൻകം കിട്ടുന്ന രീതിയിൽ അദ്ദേഹം മറ്റു സോഴ്സും കൂടെ ഐഡൻറ്റിഫൈ ചെയ്തപ്പോൾ ഒരൊറ്റ ബിസിനസ്സിനെ മാത്രം അദ്ദേഹം ഒരു വരുമാനമായിട്ട് കാണാതെ മറ്റു പല സാധ്യതകളെയും ഒരെണ്ണത്തിനെ കൃത്യമായിട്ട് സക്സസ് ആക്കി ഒന്ന് സെറ്റ് ആക്കിയതിന് ശേഷം മാത്രം മറ്റു ഇൻകം സോഴ്സസിനെ കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യുന്ന രീതിയിൽ അദ്ദേഹം വലുതായിക്കൊണ്ടിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു ബിസിനസ്സിൽ ശകലം ബാലൻസ് വന്നാലും വ്യത്യാസം വന്നു കഴിഞ്ഞാലും അദ്ദേഹത്തിന് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. കുറച്ച് നാൾ കഴിയുമ്പോൾ അദ്ദേഹത്തിന് ആ ഒരു ബിസിനസ്സിൻ്റെ കൺസെപ്റ്റ് മനസ്സിലായി. നമ്മൾ എങ്ങനെയാണ് ബിസിനസ് ചെയ്യേണ്ടത്, മാർക്കറ്റിൽ എങ്ങനെയാണ് വാല്യൂസ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് ആൾക്കാരുടെ അടുത്ത് സംസാരിക്കേണ്ടത്. ഏറ്റവും ഉപരിയായിട്ട് നമ്മളിപ്പോൾ ഞാനിന്ന് ഈ ക്യാമറയിൽ സംസാരിക്കുന്ന പോലെ അദ്ദേഹം വീഡിയോസൊക്കെ എടുക്കാനായിട്ട് തുടങ്ങി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിലെവിടെയാണ് വിജയം, എവിടെയാണ് പരാജയം? എല്ലാം നമ്മുടെ മനസ്സാണ്, നമ്മുടെ മൈൻഡ് സെറ്റാണ്. നമ്മൾ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ
എത്ര നല്ലതായാലും മോശമായാലും നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ബിസിനസ്സിനെ ഹോൾഡ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മളെ സാഹചര്യം. എപ്പോഴും നമ്മൾ മാർക്കറ്റിലെ പല സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകുന്നതിനുപരിയായിട്ട് നമ്മൾ എന്താണോ ചെയ്യേണ്ടത്, നമ്മുടെ വാല്യൂസ് എന്താണ്, നമ്മളുടെ ഉള്ളിലേക്ക് വേരുകളിലേക്ക് വർക്ക് ചെയ്തുകൊണ്ട് ക്യാമറയിലൂടെയൊക്കെ നമ്മൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഒത്തിരി ആൾക്കാർ നമ്മളെ ഇഷ്ടപ്പെടും. നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ, ഒരു കൂട്ടം ആൾക്കാർ നമ്മുടെ സർവീസും നമ്മളുടെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യാനൊക്കെ ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അത് ഒരു വലിയ വരുമാനമാണ്. സോ ഞാൻ ഈ പറഞ്ഞ ത്രെഡിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്കതിൽ പല കാര്യങ്ങളും നിങ്ങൾക്കും ഒന്ന് ടച്ച് ആയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലേക്ക് അറിയിക്കുക, ഒന്ന് ആലോചിക്കുക. നമ്മൾ പരാജയത്തിനായിട്ട് വിട്ടുകൊടുക്കേണ്ടതില്ലേ? നമ്മൾ പൂർണ്ണമായിട്ടും പരാജയത്തിനായിട്ട് വിട്ടുകൊടുത്ത് അതിൽ നിന്ന് പഠിച്ചാലേ വിജയത്തിലേക്ക് വരാവൂ. അതുകൊണ്ട് നഷ്ടങ്ങൾ വരട്ടെ, താഴ്ചകൾ വരട്ടെ, പ്രയാസങ്ങൾ വരട്ടെ, എന്നാൽ അതിൽ നിന്ന് പഠിക്കുവാനുള്ള മനസ്സ് മാത്രം നമ്മൾ നഷ്ടമാക്കാതെ കൃത്യമായിട്ട് പഠിക്കുക. ഒരാൾ നമ്മുടെ അടുത്ത് നെഗറ്റീവായിട്ടോ വളരെ മോശമായിട്ട് സംസാരിച്ചാൽ അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, ഇനി ഇതുപോലുള്ള കാര്യങ്ങൾ വരാതിരിക്കാൻ എന്ത് ചെയ്യണം, ഇങ്ങനെ നന്നായിട്ട് നമ്മൾ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആർക്കും നമ്മളെ തോൽപ്പിക്കാനായിട്ട് കഴിയില്ല. സോ പരാജയത്തെ തന്നെ പരാജയപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയട്ടെ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വിജയിക്കാനായിട്ട് കഴിയും. എല്ലാം ഇവിടെയാണ്. ഈ സാധനം വർക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് സകലം നടക്കുക. സോ നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ നന്നായിട്ട് വർക്ക് ചെയ്യാനായിട്ട് കഴിയട്ടെ. ലോകം കീഴടക്കുവാനായിട്ട് നിങ്ങളുടെ മനസ്സുകൾക്ക് കഴിയും. മനസ്സിനെ പാകപ്പെടുത്തുക. എല്ലാ ദിവസവും കൃത്യമായിട്ട് ഉണരുമ്പോൾ ഒരല്പം നേരം നമ്മൾ ശാന്തമായിട്ടിരുന്ന ഒരു ഡിവോഷനോട് കൂടിയൊക്കെ ലൈഫിനെ തുടങ്ങാനായിട്ട് കഴിയട്ടെ. ഓരോ ദിവസവും മെച്ചപ്പെടുത്തുക, ഏറ്റവും നന്നായിട്ട് മുന്നോട്ട് പോവുക, കണക്റ്റഡ് ആയിരിക്കുക. ഈ ഒരു ചാനലിലൂടെ ഇനിയും ധാരാളം വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു യൂട്യൂബ് ചാനലിലെ വീഡിയോസ് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് അറിയിക്കാം, നമുക്ക് കൂടുതൽ കാണാം. നിങ്ങളുടെ വോയിസ് ആയിട്ട് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് വോയിസ് ആയിട്ട് അയക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. പ്രവീൺ കാൽവിൻ കാൽസ.